وعلى آله وصحبه أجمعين أما بعد. നമ്മൾ രണ്ടാമത്തെ പുസ്തകം കഴിഞ്ഞു. ഇനി അതിൻ്റെ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൂടുതലൊന്നുമില്ല, വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ കാര്യമായി നമ്മൾ പഠിച്ചത് ഫിഅ്ലു മുദാരിഇനെ കുറിച്ചിട്ടാണ്. ഫിഅ്ലു മുദാരിഇ പിന്നെ മാളിന്റെ ഒരു ഫിഅലിലേക്ക് ഫഅല, ഇതിലേക്ക് 4 അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് ഫിഅലു മുദാരിഇ ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഒന്ന് അലിഫാണത്, മറ്റൊന്ന് താ ആണ്, മറ്റൊന്ന് നൂനാണ്, മറ്റൊന്ന് യാ ആണ്. ഈ 4 അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് ഫിഅലു മുദാരി ആകുക. ഉദാഹരണത്തിന് അഫ്അലു, അതേപോലെ തന്നെ നഫ്അലു, തഫ്അലു, യഫ്അലു. ഇതാണ് ഫിഅലു മുദാരിഇന്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അലാമത്തുകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് 11ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫിഅലു മാദി അത് എപ്പോഴും മബ്നിയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഫിഅലു മുദാരി അങ്ങനെയല്ല, അത് മുഅറബാണ്. ഇപ്പോ ഉദാഹരണത്തിന് തദ്റുസു, എങ്ങനെ അതിന്റെ ഇറാബ് പറയാം? തദ്റുസു فعل مضارع مرفوع ആ رفيع ضمة ഫിഅലുൻ الضمة മുദാരിഉൻ مضارع മർഫൂഉൻ مرفوع വഅലാമത്തു وعلامة رفيع റഫ്ഇഹി الضمة اللهم الضمة. وعلامة رفعه الضمة. فاعل ضمير مستتر ضمير مستتر تقدير أنت ضمير مستتر تقديره أنت وهي أنت और هي ആ മുഖാത്തബിലാണ് അന്ത അല്ലെങ്കിൽ ഹിയ. അൻത അല്ലെങ്കിൽ ഹിയ അല്ലേ? ഓക്കെ. മുഖാത്തബിലും പിന്നെ ഗായിബിലും വരും അൻത ഓർ ഹിയ. ഓക്കെ. അപ്പൊ ഇതാണ് ഇതുള്ളത്. ഫിഅലു മുളാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോ ഇതിന്റെ ശേഷം ഒരു ഫാഇല് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഫഅലു മുളാരി മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. പിന്നെ ഫാഇല് ളമീർ മുസ്തത്തിർ എന്നെന്തിയില്ല, അത് പറയുകയില്ല, കാരണം ശേഷം ഫാഇല് വരുന്നത് കൊണ്ട്.
ഉദാഹരണത്തിന് യദുറുസു ഹ ഉല ഇ എന്നൊക്കെ വരുമ്പോ അങ്ങനെയാണ് വരിക. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ചത് പേജ് നമ്പർ ആ പേജ് നമ്പർ 81 അതിൽ മസ്ദറുകൾ നമ്മൾ പഠിച്ചു. പിന്നെ ദഖല യദ്ഖുലു ദുഖൂലുൻ, റക്കിബ യർകബു, എന്താ വരിക? റുക്കൂബുൻ റുകൂബുൻ, റുക്കൂബുൻ ഖറജ യഖ്റുജു ഖുറൂജുൻ, സജദ യസ്ജുദു സുജൂദുൻ, ജലസ യജ്ലിസു ജുലൂസുൻ, റകഅ യർകഉ റുകൂഉൻ, നസല യൻസിലു നുസൂലുൻ, സഅദ യസ്അദു സുഊദുൻ റുക്കൂബുൻ. എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അത് പഠിച്ചു. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഇൻഷാല്ല നമ്മൾ അടുത്ത ബുക്കിലായിരിക്കും പഠിക്കുക. പിന്നെ അമ്മ എന്നുള്ളത് അല്ലെ, അമ്മ എന്നുള്ളത് പേജ് നമ്പർ 82 നമ്മൾ പിന്നെ അവിടെ നമ്മൾ പറഞ്ഞത് വിഷയമാണ്. പിന്നെ ഐന തസ്കുനൂൻ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇഖ്വതി യസ്കുനൂന ഫിൽ യസ്കുനൂന ഫി മഹാജിഇൽ ജാമിയ, ജാമിയന്റെ ഹോസ്റ്റലിലാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ പിന്നെ സഹോദരിമാർ താമസിക്കുന്നത്. പിന്നെ അമ്മ അന ഫഅസ്കുനു മഅ ഖരീബിൻ ലി എന്നാണ്. എന്നാൽ ഞാന് അവരെക്കാൾ ഒന്നുകൂടി എന്താണ് അടുത്ത സ്ഥലത്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അമ്മ എന്ന് പറയുമ്പോൾ എന്നാൽ എന്നാണ്. പിന്നെ അവിടെ ഒരു പിന്നെ ഫിഅല് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഫ എന്നുള്ള ഒരു അക്ഷരം അവിടെ പ്രയോഗിക്കും. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാണ് ഇതിൽ മെയിനായിട്ട് പിന്നെ 11ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ. പിന്നെ 12ാമത്തെ പിന്നെ 12ാമത്തെ പാഠത്തിലാണ് ഉള്ളത്. ഉസ്താദ്, ഒരു ഡൗട്ട് ഉണ്ട്. ഈ അമ്മ എന്നുള്ളതിന്റെ ആൻസറിൽ അമ്മ ഫസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അപ്പോ ഏത് മീനിങ്ങിലാണ് ഐനൽ മുസ്തഷ്ഫ വൈന മക്തബുൽ ബരീദി എന്നുള്ള ക്വസ്റ്റ്യന്റെ അതൊന്ന് പറഞ്ഞുതരോ? ഇത് സ്റ്റാർട്ടിങ്ങിലാണല്ലോ അമ്മ വരുന്നത്. ആ പിന്നെ അതായത് രണ്ടെണ്ണം അവിടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എവിടെ താമസിക്കണം എന്നുള്ള ഒറ്റ ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും എവിടെ താമസിക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ മറ്റേത് എന്താണ്? ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അമ്മ എന്നുള്ളത് അവിടെ രണ്ടെണ്ണം അവിടെ വന്നിട്ടുള്ളത്. അപ്പോ അമ്മൽ പിന്നെ നിങ്ങൾ എത്രാമത്തെയാണ് പറഞ്ഞത്? ചോദ്യം നമ്പർ വാഹിദ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ ഐനൽ മുസ്തഷ്ഫ വ ഐന മക്തബുൽ ബരീദ് എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് എവിടെ എന്നുള്ളതാണ്. അപ്പോ അമ്മൽ മുസ്തഷ്ഫ അമാം പിന്നെ അമാമ ദാക്കൽ മസ്ജിദി വ അമ്മ ബരീദുൽ മുസ്തഷ്ഫ ഫഖരീബുൻ മിന സൂഖ് എന്നുള്ള രീതിയിലാണ് അത് വരിക. അതായത് ചോദ്യം ഇതാണ്: ഒന്ന് മുസ്തഷ്ഫ എവിടെയാണ്, ഒന്ന് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്. അപ്പോൾ മുസ്തഷ്ഫ അത് ഇന്ന സ്ഥലത്താണെന്നുള്ളതാണ്. അവിടെ പിന്നെ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ അവിടെ എന്താ പറയാ മലയാളത്തിൽ എനിക്കറിയാം. ആണെങ്കിൽ എന്നിട്ടാണോ? പിന്നെ മുസ്തഷ്ഫ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ പറയും. ആണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ വരും. ഓക്കെ, അതിന്റെ ഫസ്റ്റിലേക്ക് വരുമ്പോൾ മലയാളത്തിലേക്ക് എക്സാക്ട് എങ്ങനെയാണെന്നുള്ളത് അള്ളാഹു വരെ നോക്കണം. അതിന്റെ മലയാളം എന്താന്നുള്ളത് ഫസ്റ്റ് വരുമ്പോ ഘടന കിട്ടുന്നില്ല.
പിന്നെ 12ാമത്തെ പാഠം അതില് പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്ന് പറയുന്ന പിന്നെ അതില് ഫിഅൽ മുളാരിഇന്റെ കുറെ രൂപങ്ങളാണ്. അതിൽ ആ ഒരു 12 ഫോം നമ്മൾ പഠിച്ചെക്കുക എന്നുള്ളതാണ്. അതില് പേജ് നമ്പർ 88 6ാമത്തെ തംരീൻ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇന്ന പിന്നെ അന്ന ഇത് രണ്ടും വരുന്ന രൂപങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരു ജുംലയുടെ ഒരു സെന്റൻസിന്റെ ആദ്യത്തിലാണ് ഇന്ന ആദ്യത്തിലാണ് വരുന്നത് എങ്കിൽ അവിടെ ഇന്നയാണ് വരിക. ആദ്യത്തിലാണ് നമുക്ക് അന്ന അല്ലെങ്കിൽ ഇന്നയാണ് അതിന്റെ വിഷയമാണ് പറയണത്. അപ്പൊ അതിന്റെ ഒരു ജുംലയുടെ ആദ്യത്തിലാണെങ്കിൽ ഇന്നയായിരിക്കും. അതേപോലെ തന്നെ കാല യഖൂലു ഖുൽ എന്നുള്ള കാലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതിന്റെ ശേഷം വരുന്നതും എന്തായിരിക്കും? ഇന്ന തന്നെയായിരിക്കും. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് വരുന്നത് എങ്കിൽ അന്നയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ സമിഅ്തു അന്നഹ അഹ്സനു ത്വബീബത്തിൻ ഫിൽ മുസ്തഷ്ഫ. സമിഅ്തു ഞാൻ കേട്ടു, അന്നഹ തീർച്ചയായും അവൾ, അഹ്സനു ത്വബീബത്തിൻ അല്ലെ മിനൽ മുസ്തഷ്ഫ മുസ്തഷ്ഫയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് എന്ന് ഞാൻ കേട്ടു. യഖൂലൂന ഇന്നഹ, അവിടെ ഇന്നഹ എന്നാണ് പറയുന്നത്. അതിന്റെ യഖൂലൂന എന്ന് വന്നിട്ടുണ്ട്. യഖൂലൂന ഇന്നഹ അഹ്സനു ത്വബീബത്തിൻ ഫിൽ മുസ്തഷ്ഫ. പറയപ്പെടുന്നത് അവള് ഏറ്റവും നല്ല ഡോക്ടറാണ് എന്ന്. ഇന്നൽ ഖുർആന കിതാബുല്ലാ, വിശുദ്ധ ഖുർആൻ തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു എന്ന് ഉള്ളത്. അപ്പൊ അത് ഇതിൽ നമ്മളൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന ഫിയലിന് ശേഷം എങ്ങനെ? അന്ന എന്തെങ്കിലും ഫിയലിന് ശേഷമല്ലേ വരാം അന്നല്ലേ അന്ന പൊതുവിൽ എന്താണ് പിന്നെ ഇതിന്റെ ശേഷമായിരിക്കും വരിക, ഇസ്മിന്റെ ഫിയലില്. സോറി ഫിഅലിന്റെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് എങ്കിലും കാല യഖൂലു എന്നുള്ള ആ ഒരു ഇതിന്റെ കാല എന്നുള്ള ഇതിന് ശേഷം വരുന്നതാണ് എങ്കിലും ഇന്നതാക്കുക. ബാക്കി എല്ലാ അഫ്ആലുകൾക്ക് ശേഷവും എന്തായിരിക്കും? അന്നയായിരിക്കും വരിക. അതിന്റെ തംരീന് വിശദമായിട്ട് എന്തുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ സൂചിപ്പിച്ച് പോകണല്ലോ കേട്ടോ. ബാക്കി എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും നോക്കണം എന്നുള്ളതാണ്. പിന്നെ 13ാമത്തെ പാഠം അത് അതിൻ്റെ ആ എല്ലാ രൂപങ്ങളും എന്ത് ചെയ്യണം, ഒരു പച്ചവെള്ളം പോലെ നമുക്ക് കിട്ടണം. അതാണ് അതിൽ പറയാനുള്ളത്. അത് നമുക്കൊരു പച്ചവെള്ളം പോലെ എന്തായിരിക്കണം, നമുക്ക് അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴാണ് അത് വരുന്നത് എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കി വെക്കണം. അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഉദാഹരണത്തിന് ഫഅല, പിന്നെ ഫഅലു, പിന്നെന്താ ബാക്കി നിങ്ങൾ പറയും. മാലിയാണോ പറയണ്ടത്? ഫഅല 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 ഫഅലു കാലത്ത് ഫഅലത് ഫഅൽന ഫഅ കാലത്ത് ഫഅലത് ആ ഫഅൽന ഫഅൽന ആ ഫാൽത്ത ഫഅൽത ഫാൽത്ത ഫഅൽതും ഫഅൽതും ഫഅൽതി ഫഅൽതുന്ന ഫഅൽതി ഫഅൽതുന്ന ഫഅൽതുന്ന. പിന്നെ ഫഅൽതു ഫഅൽന ഫഅൽതു ഫഅൽന
ഫഅൽന. ഏ ഓക്കെ, ഇതിപ്പോ നമ്മൾ എന്താ വെച്ചാല് 10 പഠിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി 4 കൂടി എന്ത് ചെയ്യാണ്ട്, ആഡ് ചെയ്യേണ്ടതുണ്ട്. മുസന്നന്റെ ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅൽത, ഫഅൽതും, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന എന്നുള്ളതാണ് വരിക. ഇൻഷാ അല്ലാഹ് മുസന്നദിന്റെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ ഈ രൂപം ഇതെന്ത് ചെയ്യാം, ഇത് നമ്മൾ ശരിക്കും അറിയാം. ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅലു അവർ 2-ൽ അധികം പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅലത്ത് അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅൽന അവർ 2-ൽ കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇതൊക്കെ എന്താണ്, ഇത് പിന്നെ ഏതാണ്, ഫിഅൽ മാളി. ഫിഅലുമാണ്. മുഖാത്തബ്, ഗായിബ്. ആയിബ് ആയിബ് ഗായിബ്. ഗായിബാണ്, ഗായിബാണ്. ഓക്കെ. ഫഅലത്ത് നീ ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅൽതി മുഖാത്തബ് നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഫഅൽതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇതെന്താ, മുഖാത്തബ് മുഖാത്തബ്. ആ, മുഖാത്തബാണ് അല്ലേ. പിന്നെ ഫഅൽതു ഞാൻ മുത്തകല്ലിം പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. എന്താ, മുത്തകല്ലിം മുത്തകല്ലിം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഫഅല എന്ന് പറയുമ്പോൾ ഇത് എന്ത് കലിമയാണ്, നമ്മൾ പറഞ്ഞിരുന്നു. ഫ എന്നുള്ളത് ഫാഉൽ കലിമ, ഐന ഐനുൽ കലിമ, ലാമ് ലാമുൽ കലിമ ലാമുൽ ലാമുൽ കലിമ. കലിമ എന്നുള്ളതാണ്. കഴിഞ്ഞോയാ കാണിക്കുന്നു. ഓക്കെ, പിന്നെ കതബ, ഇത് ഗായിബാണോ, മുത്തക്കല്ലിമാണോ, മുഖാത്തബാണോ? ആയിബ് ഗായിബ്. ഗായിബ്. ഗായിബാണ്. മുഫ്രദാണോ ജംആണോ? മുഫ്രദ്. മുഫ്രദ് മുഫ്രദാണ്. മുദക്കറാണോ മുഅന്നസാണോ? മുദക്കർ മുദക്കർ മുദക്കർ. എന്താണ്, എഴുതണ കാണാൻ ജംആണ്. പിന്നെ മുഅന്നസ് ഗായിബ്. മുഅന്നസ, മുദക്കറോ? മുഅന്നസ് മുഅന്നസാണ്. പിന്നെ ഗായിബ്. ഗായിബ്. ഗായിബ് ആണ്. യെസ്, ഇതെന്താ, ജമ്മ് മുഅന്നസ് ജംആണ്. പിന്നെ മുഅന്നസാണ്. മുഅന്നസാണ്, മുഖാത്തബാണ് മുഖാത്തബാണ് അല്ലേ. പിന്നെ എന്താണ്, മുഖാത്തബ് ആണ്. മുഅന്നസാണ്. ആ, ജംആണ്, മുഅന്നസാണ്, മുഖാത്തബ് ആണ്. യെസ്, മുത്തകല്ലിം മുഅന്നസ് മുഖാത്തബ് മുദക്കർ മുഖാത്തബ് മുദക്കർ മുഫ്രദ് മുദക്കർ മുഫ്രദ് മുഫ്രദ്. ആ, ഇപ്പോളോ മുത്തകല്ലിം മുതക്കല്ലിം മുഫ്രദ് മുത്തകല്ലിം മുഫ്രദ് മുഫ്രദ് അല്ലേ. മുത്തകല്ലിം മുഫ്രദ്. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനത്തെ എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതെന്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടണം.
ജലസ. ഇതിന്റെ ഫാഇൽ എന്താ? ഹുവ ضمير ഏ? مستتر هو അല്ലല്ല, ഇതൊരു ഫായിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ضمير مستتر ഇപ്പൊ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു ജാലിസുൻ. അല്ലേ? جالس ആ ഇവ ജാലിസുൻ. ജാലിസുൻ. ഇത് മ്യൂട്ടാക്കാണ്ട് നിങ്ങൾ പറയുന്നത്. ലഇബ. ലായിബുൻ ലായിബ് ആ ലാഇബുൻ അല്ലേ? ലഇബ ലാഇബുൻ. ഓക്കെ. ഫഹിമ فهم ഫാഹിമുൻ. ഫഹിമ ഫാഹിമുൻ. അപ്പൊ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യണം? ഇതും നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഇതിൽ അറിയണം. അപ്പൊ അതിൽ അതേപോലെ തന്നെ വസ്നുകൾ ഫഅല യഫ്ഉലു വസ്നുണ്ട്, യഫ്ഇലു വസ്നുണ്ട്, യഫ്അലു വസ്നുണ്ട്, പിന്നെ ഫഇല യഫ്അലു ഉണ്ട്. ഓക്കെ. ഈ വസ്നുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അറിയണം. ഒന്ന് ഫഅല യഫ്അലു, അതേപോലെ തന്നെ ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു എന്നുള്ളതാണ്. ഓക്കെ. ഉദാഹരണങ്ങൾ എഴുതാം. ഫഅല യഫ്അലു, ഫഅല യഫ്അലു. ഇതിൽ പെട്ടതാണ് എന്ത്? കതബ കതബ യക്തുബു യക്തുബു. അതല്ലല്ലോ. കതബ ഫഅല യഫ്അലൂന ദഹബ യദ്ഹബൂണ് യഫ്ഉലു ആണ്. സോറി, ഞാൻ ഇവിടെ ഫഅല യഫ്ഉലു ആണ് കേട്ടോ. സോറി. ഫഅല യഫ്ഉലു എന്ന് വരുമ്പോ കതബ യക്തുബു യക്തുബു. ഫഅല യഫ്ഉലു കതബ യക്തുബു. ദഖല യദ്ഖുലു യദ്ഖുലു. ഖറജ യഖ്റുജു യഖ്റുജു. സജദ യസ്ജുദു യസ്ജുദു. അക്കല യഖുലു യഖുലു. ഖതല യഖ്തുലു യഖ്തുലു. ഓക്കെ. ഇനി അടുത്തതാണ് പിന്നെ ഫഅല യഫ്ഇലു. ഫഅല യഫ്ഇലു. അതിൽ പറ്റാ എന്ത്? ജലസ യജ്ലിസു ജലസ യജ്ലിസു യജ്ലിസു. ജലസ യജ്ലിസു. ഗസല എന്താ വരിക? يغسل യഗ്സിലു. റജഅ يرجع യർജിഉ. നസല ينزل യൻസിലു. കസറ يكسر യക്സിറു. ضرب യദ്രിബു يضرب يضرب. ضرب يضرب. ഇനി ഫഅല യഫ്അലു. ഫഅല യഫ്അലു. ഫഅല യഫ്അലു. ദഹബ യദ്ഹബു ذهب യദ്ഹബു يذهب. ذهب يذهب. ركع യർകഉ يركع. رفع യർഫഉ يفعل يركع لا يرفع. سأل യസ്അലു
യസ്അലു ഫതഹ യഫ്തഹു. يفتح ഇനി മറ്റൊന്നാണ് ഫഇല يفعل യഫ്അലു. ഫഇല യഫ്അലു. അതിൽ എന്താണ് എന്ത്? സമയ സമിഅ يسمع യസ്മഉ يسمع യസ്മഉ. സമിഅ യസ്മഉ. يسمع ഫഹിമ യഫ്ഹമു. ലഇബ യൽഅബു. ഹഫിള യഹ്ഫളു. ശരിബ യശ്റബു. റകിബ യർകബു എന്നുള്ളതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഒരു രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു ധാരണയിൽ ഇതൊക്കെ എങ്ങനെയാ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യനായി വരുന്നതിന്റെ രൂപങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യും ഇന്ന് റിവിഷനിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒന്ന് ഫിഅലു അംറാണ്. ഫിഅലു അംറ് അത് പിന്നെ മർഫൂ ആവുമ്പോൾ അതിന്റെ അടയാളം മർഫൂന്റെ അടയാളം മാറ്റി എന്താവും മജ്സൂം ആക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. പേജ് നമ്പർ 97. 97 നമ്മൾ പറഞ്ഞു ഫിഅലു അംറ് വരുന്ന രൂപം. ഓക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് തക്തുബു. തക്തുബു അല്ലേ? തക്തുബു എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യും? ഇതാണല്ലോ കതബ എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ ഫിഅല്. അതിലേക്ക് നമ്മൾ പറഞ്ഞു അനൈത്ത അല്ലെങ്കിൽ അനിയത്തി എന്നുള്ളത്തെ താ കൊണ്ടുവരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് കതബ എന്നുള്ള ഫിഅലു മാദി ഫിഅലു മുദാരി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഇതിനെ കളഞ്ഞിട്ട് അവിടെ പകരം അംസ കൊണ്ടുവരും, അംസത്തുൽ വസ്ല്. പിന്നെ കിതുബ് പിന്നെ ഈ അവസാനത്തെ ലൊമ്മ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കും? سكون സുക്കൂന് കൊടുക്കും. അവസാനത്തേത് സുക്കൂന് കൊടുക്കും. പിന്നെ കിതുബ് എന്നാണ്. അപ്പൊ ഇവിടെ അംസത്തുൽ വസ്ല് വന്നു. ഇതിന് ഫത്ഹ് കൊടുക്കണോ കസ്ർ കൊടുക്കണോ ദമ്മ് കൊടുക്കണോ എന്നുള്ളതാണ് ഇത് ഉള്ളത്. അത് എങ്ങനെ കൊടുക്കും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐനുൽ കലിമ നോക്കുക. എന്താ ഐനുൽ കലിമ? ഏതാ? തു 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 എന്നുള്ളതാ. താ ആണ് ഇവിടുത്തെ എന്ത് ഐനുൽ കലിമ. ഐനുൽ കലിമക്ക് സുക്കൂനാണ് ലമ്മാണ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും? ലമ്മ് തന്നെ ആയിരിക്കും. ഐനുൽ കലിമക്ക് ലമ്മാണ് എങ്കിൽ ഇവിടെ ലമ്മ് ആയിരിക്കും. മറ്റൊരു ഉദാഹരണം തജ്ലിസു. തജ്ലിസു എന്നുള്ളത്തെ പിന്നെന്ത് ചെയ്തു? താ ഒഴിവാക്കി ജിലിസു എന്നായി. ജിലിസു എന്നുള്ളടുത്ത് അവസാനത്തിൽ എന്ത് കൊണ്ടുവന്നു? സുക്കൂന് കൊണ്ടുവന്നു. ജി ലി സു. അപ്പൊ ജലസ എന്നാണ് ഇവിടുത്തെ ഫിഅല്. അപ്പൊ അവിടുത്തെ ഐനുൽ കലിമ ഏതാ? ജലസന്റെ ഐനുൽ കലിമ ലാം. അപ്പൊ ഇവിടെ ഹംസത്തുൽ വസ്ൽ കൊണ്ടുവരുമ്പോ ലാമിന് കെസർ ആയതുകൊണ്ട് എന്ത് കൊടുക്കും? ഐനുൽ കലിമക്ക് കെസർ കൊടുക്കും. അപ്പോ ഈ ജിലിസ് എന്നാവും. ഈ ജിലിസ്. ഓക്കെ. അപ്പോ
ഐനുൽ കലിമ ലൊമ്മാണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് ലൊമ്മ കൊടുക്കും. ഐനുൽ കലിമ കെസറാണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് എന്ത് കൊടുക്കും? കെസറ് കൊടുക്കും. ഇനി തെദ്ഹബു തെദ്ഹബു എന്നുള്ളതാണ്. അതില് ഇദ്ഹബ് പിന്നെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ദഹബ എന്നാണ്. ദഹബന്റെ ഐനുൽ കലിമ ഏതാ? ഫാഇൽ. ഫാഇന് ഫത്ഹ് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഹംസത്തുൽ വസ്ലിന് കെസ്റാണ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഐനുൽ കലിമ എത്ര മനസ്സിലാക്കിയാൽ മതി. ഐനുൽ കലിമ ഫത്ഹോ കെസ്റോ ആണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് കെസ്റായിരിക്കും കൊടുക്കുക. ഐനുൽ കലിമ ലൊമ്മാണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് എന്തായിരിക്കും? ലൊമ്മായിരിക്കും കൊടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതേപോലെ തന്നെ പിന്നെ അതിന്റെ ഇഅ്റാബിലുള്ള മാറ്റങ്ങളാണ്. അതെന്തായിരിക്കും? പിന്നെ ഇത് ഫിഅ്ലു അംർ എന്തായിരിക്കും? മുഖാത്തബിൽ മാത്രമേ ആയിരിക്കും എന്ത് ചെയ്യുക? പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളൊന്ന് അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതിന്റെ ചെറിയൊരു തംബീഹ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇഫ്അൽ ഇഫ്അൽ ഇവിടുത്തെ ഫാഇൽ എവിടെ? എന്താണ് ഇവിടുത്തെ ഫാഇൽ ഏതാ? ലൊമീറുൻ മുസ്തത്തിർ. മുസ്തത്തിറുൻ അന്ത. ലൊമീറുൻ അൻതൻ എല്ലാം എന്തായിരിക്കും? അൻതായിരിക്കും. മുഖാത്തബാണെന്ന് നമുക്കറിയാം അല്ലേ? ലൊമീറുൻ മുസ്തത്തിർ. ഇഫ്അലി ഇഫ്അലി മുസ്തത്തിർ അൻതി. ഏ ضمير مستتر أنت. ഫാഇൽ ഫാഇൽ ഫാഇല് യായാണ്. യാ. യാ ആണ് അവിടുത്തെ എന്ത്? ഫാഇൽ. ഫാഇല്. ഓക്കെ, പിന്നെ ഇഫ്അലൂ വാവ്. 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 അയ്വാ. ഫഅലു എന്നുള്ളതിന് വാവ്. ഇഫ്അൽന. നൂന്. അയ്വാ. നൂൻ. ഫാഇൽ എന്താണ്? നൂൻ. നൂന് ആണ്. ഇഫ്അൽന എന്നുള്ളിടത്ത് ഫാഇൽ നൂനാണ്. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? ഒരു സെന്റൻസ് തരും. ഒരു സെന്റൻസ് തന്നിട്ട് പിന്നെ ഇതിന്റെ ഫാഇൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പോ അത് ചിലപ്പോൾ ഫിഅലു അംറിന്റെ സെന്റൻസ് ആയിരിക്കും. അപ്പൊ അതിൽ ഫാഇൽ ഏതാന്നുള്ളത് ചിലപ്പോൾ യാ ആയിരിക്കും. ചിലപ്പോൾ അതിൽ ഓപ്ഷൻ തരും. ഇൻഷാ അല്ലാഹ് യാ ആണോ വാവാണോ ഏതാണെന്നുള്ളത് അത് പറയാ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പൊ ഇതിന്റെ ഫാഇൽ നമ്മൾ മനസ്സിലാക്കി. ഇഫ്അൽ ഇതിന്റെ ഇഅ്റാബ് എന്താ? ഇഫാലി എന്നുള്ളതിന്റെ മീനിങ് എന്താ? ഇഫാലി എന്നുള്ളതിന്റെ മീനിങ് ഇഫ്അലി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ ചെയ്യുന്നതാണ്. ഇഫാലി എന്ന് പറഞ്ഞാലല്ലേ? ഇഫ്അൽ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്താ? ഫീല് നമ്മൾ അംറ് പറഞ്ഞു ഫിഅലു അംർ അംറ് എപ്പോഴും എന്താണ്? മജ്സൂം. എന്താണ്? മബിനിയുൻ അല മബിനിയാണ്. സുക്കൂൻ. അത് നമ്മൾ മനസ്സിലാക്കിയേക്ക. ഫിഅലു അംർ എപ്പോഴും മബിനിയാണ്. മബിനിയുൻ അല അപ്പോ സുക്കൂൻ. മബിനിയുൻ അല സുക്കൂൻ. അല സുക്കൂൻ. സുക്കൂൻ. മബിനിയുൻ അല സുക്കൂൻ. ഓക്കെ, ഇഫ്അലി ഞാൻ എഴുതില്ല കേട്ടോ, മഷി കുറവായതുകൊണ്ട്. ഇഫ്അലി മബിനിയുൻ അല ഹസ്ബിൻ നൂൻ. അയ്വ ഹദ്ഫിൻ നൂൻ. ഹദ്ഫി നൂൻ. النون مبني على حذف النون.
പിന്നെ ഇഫ്അലു مبني حرف على النون حذف النون മബ്നിയുൻ അല حذف ഹദ്ഫി النون നൂൻ نون മബ്നിയുൻ അല ഹദ്ഫി حرف നൂൻ النون എന്നാണ്. ഇഫ്അൽന مبني മബ്നിയുൻ على ثبوت السكون النون ثبوت അല النون ثبوت النون അല്ലേ ഇഫ്അൽന بالنون ഇത് നൂനുൻ سكون നിസ്വാണ്. سكون على السكون അല സുക്കൂൻ. ഇഫ്അൽന എന്നുള്ളത് മബ്നിയുൻ അല സുക്കൂൻ سكون എന്നാണ്. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് ല അന്നാഹിയ നാഫിയ എന്നുള്ളതാണ്. അതില് പിന്നെ 3 തരം ലാകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഹർഫുൽ ജവാബ്, ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. പിന്നെ ഒന്ന് എന്താണ് ല لا ആ നാഫിയ നാഫിയാണ് പിന്നെ ഒന്നുള്ളത്. അത് നെഗറ്റീവ് മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ല എന്നുള്ളത്. പിന്നെ ഉസ്താദെ, അതിൽ ആ കുൽ ഖുദ് എന്ന് വരുന്ന അമ്രില്ല, അതും കൂടെ ഒന്ന് പറഞ്ഞു. എങ്ങനെ കുലിന്ന് മാത്രമായിട്ട് വീക്കായിട്ട് വരുന്നെന്ന് പറഞ്ഞില്ലേ? അത് മനസ്സിലായില്ല. അലിഫ് യാഹ് വാവ് വരുമ്പോ അതില് വീക്കായിട്ട് ഹംസത്തുൽ വസ്ൽ ഉണ്ടാവില്ല. എവിടെ അമ്ര എവിടെ വരുന്നത് പേജ് നമ്പർ 98-ല് പേജ് നമ്പർ 98-ല് കുലു എന്നുള്ളത് കുൽന്ന് മാത്രം വരുന്നത് വീക്കായിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് പറഞ്ഞു. ഓക്കെ 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 അത് പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഇടയിൽ അലിഫ്, യാ, അതേപോലെ തന്നെ വാവ് എന്നീ അക്ഷരങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിൽ കുൽ എന്ന് വരുമ്പോൾ അതിന്റെ പിന്നെ ഫിഅലു അംർ എന്തായിരിക്കും? കുൽ എന്നായിരിക്കും. അതേപോലെ തന്നെ തഅഖുദ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിഅലു അംർ ഖുദ് എന്ന് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനത്തെ ഈ 3 രൂപത്തിൽ വരുമ്പോഴാണ് എന്തുള്ളൂ അത് വരുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ഒരു 2 ഉണ്ടാവുള്ളൂ. അതത്ര അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ്. അത്രേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൽ പേജ് നമ്പർ 99-ല് 5-ാമത്തെ തംരീനാണ്. അതിൽ ഉക്തുബ് ദർസ, അവിടെ എന്ത് ചെയ്യും? ഉക്തുബ് അദ്ദർസ എന്നാണ്. ഇത് കൂട്ടി വരുമ്പോൾ എന്തായിരിക്കും? അവിടെ കെസ്ർ കൊടുക്കും. ഉക്തുബ് ദർസ എന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ ലാ നാഹിയ നാഫിയാണ്. നാഫിയ ഫിഅലു മുദാരിഇൽ വരുമ്പോൾ എന്തിരിക്കും? ഫിഅലു മുദാരിഇന് ഒരു മാറ്റവും എന്തില്ല സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അതിന്റെ ഇറാബിൽ എന്തില്ല മാറ്റം വരില്ല. എന്നാൽ ലാ അന്നാഹിയയിലേക്ക് വരികയാണ് എങ്കിൽ എന്തായിരിക്കും? അതിന്റെ ഇറാബിൽ മാറ്റം വരും എന്നായിരിക്കും. അവസാനം എന്തായിരിക്കും? ഫിഅലു അംറിന്റെ രൂപത്തിലായിരിക്കും നിർത്തുക. പക്ഷെ എന്തല്ല ഫിഅല് അംർ അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എപ്പോഴും അത് മുഖാത്തബായിട്ട് ആയിരിക്കും അത് വരുന്നത്. അത് ജസ്മായിരിക്കും ചെയ്യുക. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇൻഷാ അല്ലാഹ് 1-2 ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഫ്അലു ഇറാബ് എന്താ? ഫീല് മുലാരി മർഫൂൻ വഅലാമത്തു റഫീഹി അൽ-ളമ്മ. ഫിഅലുൻ മുദാരിഉൻ മർഫൂൻ മർഫൂഉൻ അലാമത്തു വഅലാമത്തു റഫീഹി
റഫ്ഇഹി അദ്ദമ്മ. റഫ്ഇഹി اللهم അദ്ദമ്മ. ഓക്കെ. പിന്നെ ലാ യഫ്അൽ فعل مضارع ഫിഅലുൻ مرفوع وعلامة رفعه മുദാരിഉൻ മർഫൂഉൻ مرفوع വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. اللهم അപ്പൊ ഇത് ഏതിലാണ്? നെഫീന്റെ نافية ലാ നഹിയ. നാഹിയ. نافية നാഹിയാണോ നാഫിയാണോ? നാഹിയ. നാഫിയാണ്. കാരണം എന്താ? ഇതിന്റെ അവസാനത്തിൽ എന്താ? യഫ്അലു ദമ്മ എന്നാണ്. വന്നപ്പോ നാഫിയ. നാഹിയക്കാവുമ്പോ ഇത് എന്താവും? സുക്കൂൻ. സുക്കൂനായിരിക്കും വരിക. ലാ തഫ്അൽ അല്ലെങ്കിൽ ലാ യഫ്അൽ എന്നായിരിക്കും വരിക നാഹിയക്ക്. ഇതെന്താണ്? لا നാഫിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. നാഫിയ ആകുമ്പോ ഫിഅലു മുദാരിഇന് ഒരു മാറ്റവും എന്ത് ചെയ്യില്ല? സംഭവിക്കുകയില്ല. ഈ ലാക്ക് ഇവിടെ എന്തില്ല? ഇത് നാഫിയന്റെ ലാ ആണെങ്കിലും ഇഅ്റാബിലും എന്ത് ചെയ്യില്ല? ഒരു മാറ്റവും വരികയില്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? മാ എന്ന് ചേരുമ്പോ ഇപ്പൊ അവൻ പ്രവർത്തിക്കുകയില്ല, അല്ലെങ്കിൽ മാ യഫ്അലു എന്ന് പറയുമ്പോഴോ അവൻ ഇപ്പോൾ പ്രവർത്തിക്കുകയില്ല എന്നാണ് അല്ലെ? ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരിക. ഇവിടെ എന്തായിരിക്കും ഇഅ്റാബ് പറയുമ്പോ? فعل مضارع مرفوع ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു وعلامة റഫ്ഇഹി رفعه اللهم الضمة. فعل مضارع مرفوع وعلامة رفعه الضمة. ഇനി യക്തുബൂന അല്ലെങ്കിൽ യഫ്അലൂന. യക്തുബൂന അവിടെ എന്തായിരിക്കും? فعل مضارع مرفوع ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ وعلامة رفعه വഅലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂൻ. യക്തുബൂന എന്നാണ്. യക്തുബൂന ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി ثبوت സുബൂത്തുൻ നൂൻ. സുബൂത്തുൻ നൂൻ. ഇനി ലാ യക്തുബൂന എന്ന് പറയുകയാണെങ്കിലോ? ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂൻ. അല്ലേ? മാ യഫ്അലു എന്ന് പറയുകയാണെങ്കിലും ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂത്തു അന്നൂൻ. അല്ലേ? യക്തുബ്ന. യക്തുബ്ന അവർ സ്ത്രീകൾ ചെയ്യുന്നു എന്നാണ്. എന്താണ്? ഫിഅലുൻ مضارع മുദാരിഉൻ. مرفوع ഫിഅലുൻ മുദാരി അതിന് ശേഷമുള്ള വേണം. ഫിഅലുൻ മുദാരിഉൻ مرفوع മർഫൂഉ മബ്നിയോ? مبني على മബിനെ നമ്മള് പറഞ്ഞിരുന്നു അതില് مبني على السكون ഇതുണ്ട്. മബ്നിയെ സ്ഥിരമായി മബ്നിയുള്ള രണ്ടെണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്നാണ് എന്ത്? യക്തുബ്ന. യക്തുബ്ന എന്നൊക്കെ അല്ലെ? ഫിഅലുൻ മുദാരിഉൻ മബ്നിയുൻ അല സുക്കൂനി അല സുകൂൻ. മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി ജസ്മ റഫ്ഇ. റഫ്അ. ഫി മഹല്ലി رفع റഫ്അ. ഫി മഹല്ലി റഫ്അ. ഓക്കെ. ഇവിടൊക്കെ റഫ്അ അല്ലേ? ഇത് മഹല്ല് റഫ്ഇന്റെ അവിടെ എന്താണ്? മബ്നിയുൻ അല സുക്കൂനാണ് അല്ലെ? ലാ യക്തുബ്ന എന്ന് പറഞ്ഞെങ്കിലോ? ഫിഅലുൻ മുദാരിഉൻ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്അ. അതേപോലെ തന്നെ മാ യക്തുബ്ന എന്ന് പറഞ്ഞാലും ഫിഅലു മുദാരി മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്അ. ഓക്കെ. ഇനി ല അന്നാഹിയന്റെ ഒക്കെ വരുമ്പോ ലാ തഫ്അലു നമ്മൾ പറഞ്ഞു അല്ലെ? എന്തായിരുന്നു? ലാ തഫ്അലു ഫിഅലുൻ മുദാരിഉൻ مرفوع മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി علامة رفعه അദ്ദമ്മ. ضمة അല്ലേ? ലാ തഫ്അൽ എന്താ ഇതിന്റെ ഇഅ്റാബ്? ഫിഅലുൻ മുളാരിയൻ فعل مضارع ഫിഅലുൻ മജ്സൂമുൻ ഫിഅലുൻ മുദാരിഉൻ مجزوم മജ്സൂമുൻ وعلامة رفعه السكون
وعلامة جسمه جزمه سكون سكون وعلامة جزمه السكون. لا السكون وعلامة جزمه السكون. ഓക്കെ. ഇത് അമ്രല്ലേ? എങ്ങനെ? ലാ തഫ്അൽ എന്ന് പറഞ്ഞ കൽപ്പനല്ലേ? അമ്രല്ലേ? അല്ലല്ല, ഇത് ലാ ناهية നാഹിയാണ്. നാഹി എന്തിലേ വരുള്ളൂ? മുദാരിഇലേ വരുള്ളൂ, അമ്രിലല്ല. അപ്പൊ ഇവിടെ അത് നമ്മള് ലമ്മല്ലേ വരിക? എങ്ങനെ? അപ്പൊ ലൂന്നല്ലേ വരിക? കേട്ടില്ല ലാ ഉറക്കെ ലാ പറയും. തഫ്അലൂന്നല്ലേ വരിക? ലാ തഫ്അൽ എന്നാണ്. ലാ തഫ്അൽ എന്ന് തഫ്അൽ വരുമ്പോ അമ്രല്ലേ വരിക എന്നാ ഞാൻ ചോദിച്ചത്. അമ്രല്ല. അല്ലേ? അല്ല അല്ല, ഇത് അതാണ് ഞാൻ പറഞ്ഞത്. എന്തായിരിക്കും? ഘടനയിൽ എന്തുപോലെ ആയിരിക്കും? അമ്രിനെ പോലെ ആയിരിക്കും, പക്ഷെ അതെന്തല്ല, ഫിഅല് അമ്ര അല്ല എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ലാ തഫ്അലീന എങ്ങനെ വരിക? ലാ തഫ്അലീന فعل ഫിഅലുൻ مضارع മുദാരിഉൻ مرفوع മർഫൂഉൻ مرفوع വഅലാമത്തു റഫ്ഇഹി ثبوت النون തഫ്അലീന. സുബൂത്തുൻ നൂൻ. ല്ലേ? ലാ തഫ്അലി فعل مضارع ഫിഅലുൻ മുദാരിഉൻ مجزوم മജ്സൂമുൻ وعلامة جزمه വഅലാമത്തു ജസ്മിഹി حذف النون حذف ഹദ്ഫുൻ النون നൂൻ. അയ്വ ഹദ്ഫുൻ നൂൻ. ല്ലേ? അടുത്തത് ലാ തഫ്അലൂന فعل مضارع مرفوع ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു وعلامة റഫ്ഇഹി رفعه ثبوت النون സുബൂത്തുൻ നൂൻ. ല്ലേ? ലാ തഫ്അലൂ فعل مضارع فعل مجزوم مضارع وعلامة جزمه مجزوم وعلامة جزمه حذف النون حذف النون. لا تفعلن لا تفعلن فعل مضارع فعل على السكون فعل مبني سبحان الله فعل അവിടുന്ന് നീങ്ങില്ല. فعل فعل مضارع لا تفعلن مبني على السكون مبني على السكون في محل على الجزم جزم نصبه في جزم محل ജസ്മ് അല്ലെങ്കിൽ അതെന്തായിരിക്കും? രണ്ടും ഒരേപോലെ അല്ലേ? രണ്ടും ഒരേപോലെയാണ് വരിക അല്ലെ? രണ്ടും ഒരേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക? അത് വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ നിങ്ങള് ഇത് മുദാരി അല്ലേ അല്ല അമ്രല്ലേ എന്നിങ്ങനെ ചോദിച്ചല്ലോ, ഡൗട്ട്. അത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇഫ്അൽ അമ്ര എപ്പോഴും ഇഫ്അൽ ഹംസ എന്താണ്? കൊണ്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാ? എന്താ? ഫിഅല് അമ്ര അമ്ര പിന്നെ مبني على السكون മബ്നിയുൻ على السكون അല സുക്കൂൻ. മബ്നിയുൻ അല സുക്കൂൻ. ഇഫ്അൽ ലാ തഫ്അൽ ലാ തഫ്അൽ فعل مضارع ഫിഅലുൻ مضارع മുദാരിഉൻ مجزوم മജ്സൂമുൻ وعلامة വഅലാമത്തു جزمه ജസ്മിഹി السكون വഅലാമത്തു ജസ്മിഹി السكون അസ്സുകൂൻ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മബ്നിയുൻ അല സുക്കൂൻ. ഇവിടെ ലാ തഫ്അൽ എന്നുള്ളവർക്ക് എന്താണ്? സുക്കൂനാണ്. ലാ തഫ്അൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത് അമ്ര ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ രണ്ടും എന്താണ്? സുക്കൂനാണ് അവസാനം ഉണ്ടാകുക. ഒന്ന് ഫിഅല് അമ്രാണ്, മറ്റൊന്ന് ഫിഅല് മുദാരിയാണ്. ഇപ്പൊ ഇഫ്അലി ഇഫ്അലി എന്നുള്ളത് എന്താ? ഇഫ്അലി فعل أمر ഫിഅലു അമ്ര മബ്നിയുൻ അല مبني على മബ്നിയുൻ അല ഹദ്ഫിൻ നൂൻ. ഹദ്ഫിൻ നൂൻ അല്ലേ? മബ്നിയുൻ അല ഹദ്ഫിൻ നൂൻ. ലാ തഫ്അലി
فعل لا مضارع تفعلي. فعل مضارع فعل منصوب مضارع فعل مضارع مجزوم പിന്നെ مجزوم مجزوم وعلامة جزمه علامة جزمه حذف حذف النون النون حذف النون حذف النون وعلامة جزمه حذف حذف النون. افعلوا എന്നുള്ളതോ فعل أمر فعل مبني الأمر على مبني على حذف حذف النون النون. لا تفعلوا فعل مضارع مجزوم وعلامة جزمه حذف النون حذف النون. افعلنا എന്താണ് فعل أمر مبني مبني على السكون على على السكون سكون سكون على السكون. لا تفعلنا فعل فعل مضارع مضارع فعل مبني مضارع على السكون مبني على على السكون السكون في محل جزم رفع جزم 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 ജസ്മാണ് ജസ്മ جزم ഫി മഹല്ലി ജസ്മ. ഓക്കെ, അപ്പൊ ഇത്രയും ഉസ്താദ് കാര്യങ്ങളാണ്. പിന്നെ ആ ഉസ്താദ് ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പൊ അംറിൽ അപ്പൊ നമുക്ക് പിന്നെ നെഫി ചെയ്യുന്ന ഒരു രൂപം ഉണ്ടാവില്ല. ഇപ്പൊ അത് ഇല്ലല്ല മുതാരിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇല്ല 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 ഇല്ല. ഇപ്പൊ ഈ മുതാരി തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലേ? അപ്പൊ അത് ചെയ്യരുത് തന്നെയല്ലേ ആ മീനിങ് വരിക? ചെയ്യരുത് എന്നുള്ളതിന് പിന്നെ ഇൻഷാ അല്ലാ അത് പഠിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അമ്ര എങ്ങനെയാണെന്നുള്ളതും ഫഅലു മുളാരി ഇതിന്റെ മജ്സൂമാണെന്നുള്ളതും എന്ത് ചെയ്യാ മനസ്സിലാക്കി വെക്കാം. ഇനി ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നമ്മൾ ഹല്ല് ചെയ്താല് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിരിക്കും. ശരിക്ക് നോക്കിക്കോളിട്ടോ, ചിലപ്പോ ഇതായിരിക്കാം ക്വസ്റ്റ്യൻ, ചിലപ്പോ മാറാം. അല്ലാഹു ആലം. എന്താ വായിക്കാം. തിരിഞ്ഞില്ല. ആ ഇർക്കബ് ഇർക്കബ് ദറാജത اركب الدراجة ദറാജത യാ يا حامد ഹാമിദു. യാ ഹമീദ്. ഇതിന്റെ ഫാഇൽ എവിടെ? أنت ഫാഇൽ മുഹമ്മദ് ആണോ? حامد ഹാമിദ്. ഹാമിദ്. ളമീർ മുസ്തത്തിർ ആണോ? അതേപോലെ തന്നെ സുക്കൂൻ ആണോ? ഹുവയാണോ? ضمير എന്താണ്? مستتر അല്ലേ? ഏ ضمير مستتر അല്ലേ? നിങ്ങൾ പറയും. أنت ഹാമിദ്. حامد ഫീൽ അമ്രാണ്. ഇതെന്താണ്? ഇത് മുനാദ്. ഹർഫുൻ നിദയാണ്. നിദ ഏ, മുനാദി. ആ അപ്പൊ അതവിടെ പോയി. ഉം. പിന്നെ ഇർക്കബ് ഇർക്കബ് ദറാജത അദ്ദറാജത്ത്. ഇർക്കബ് ഫീൽ ഹലി അമ്ര ഫിഅലു അമ്ര അമ്ര മബ്നിയുൻ അല സുക്കൂൻ. അല സുക്കൂൻ. ഫാഇല് ضمير ഫിഅല് കഴിഞ്ഞ ഫാഇല് വേണ്ടേ? ആ أنت അന്ത. ضمير مستتر أنت ضمير ضمير مستتر ആ أنت ഫുള്ള് പറയും. ضمير مستتر ആ ضمير ളമീറുൻ مستتر മുസ്തത്തിർ أنت തഖ്ദീറു അൻത. ഇത് ചിലപ്പോ ഓപ്ഷനിൽ അൻത എന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഇത് ളമീർ മുസ്തത്തിർ ആയിരിക്കും. അപ്പൊ ഇവിടെ അൻത തെരഞ്ഞെടുത്ത് ഇത് ഉത്തരം ഇതിൽ ശരി കൊടുത്തില്ല എന്ന് എന്ത് ചെയ്യരുത്, പറയരുത്. അപ്പൊ ഇവിടെ എന്താണ്? ളമീർ മുസ്തത്തിർ ആണ്.
എന്താണ് അന്നിസാഉ യഖറഅനൽ ഖുർആൻ. ഫാഇൽ ഏതാ? നൂന്. അയ്യോ, എന്താണ് ഫാഇൽ ഏതാണ്? നൂന്. നൂന്. ആ അൽ മുസ്ലിമൂന യർകഊന ലില്ലാഹി. ഇതിന്റെ അലാമത്തുർ റഫ് ഏതാന്നുള്ളതാണ്. അത് കെസറല്ലേ ഉസ്താദേ? അലാമത്തുർ റഫ്. യർക്കഊന എന്നുള്ള വേർഡിന്റെ ആ ഇതിൽ ഏതിന്റെ ആവാ? ഏതിന്റെ അലാമത്തുർ റഫ് ഉള്ളത്? അലാമത്ത് റഫി അൽവാ. ഫിഅ്ലു മുദാരിഇന്. ഫിഅ്ലു മുദാരിഇന്റെ ഫിഅ്ലു മുദാരി വാവ്. ആണ് എന്നതിനുള്ള അലാമത്തുർ റഫ് ഏതാണ്? ഇത് ഫിഅ്ലു മുദാരി ആണ് എന്നുള്ളതിന്റെ അലാമത്തുർ റഫ്. വാവ്. വാവ്. എതിരഭിപ്രായങ്ങളുണ്ടോ? അൽ മുസ്ലിമൂന യർകഊന ലില്ലാഹി. യാവുമല്ല. വാവ്. സുബൂത്തുന്നൂനാണോ? സുബൂത്തുന്നൂനാണോ പിന്നെ വാവാണോ? ഏതാ? ബിൽവാവ്. വാവ് തന്നെയാണ്. സുബൂത്തിനൂൻ. രണ്ടഭിപ്രായങ്ങൾ വന്നു അല്ലേ? ഊന ആനി ഈന അതിലൊക്കെ സുബൂത്തിനൂനാണ്. ഒരു കാര്യം ചെയ്യാ, ഇൻഷാല്ലാ ഒരു എളുപ്പം തരാം. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പരീക്ഷയിൽ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അതിനെ ഏതാണോ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പൊ അറിയാലോ. പറഞ്ഞാളെ പ്ലീസ്. അതുകൊണ്ട് ഉസ്താദേ വേറെ ഏതായിരിക്കും? എക്സാമ്പിൾ പറഞ്ഞു. സുബൂത്തുന്നൂനാണ്. ബുക്കിൽ നോക്കിയിട്ടാണ് കേട്ടോ. പറഞ്ഞത്. ആ നോട്ട്ബുക്കിൽ നോക്കിയിട്ടാ പറഞ്ഞത്. എങ്ങനെ? നോട്ട്ബുക്കിൽ നോക്കി പറഞ്ഞതാണ്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. തേങ്ങാടി മുഹമ്മദ് കുറെ വിളിക്കുന്നു. ഇത് എനിക്കില്ല. ആ നിങ്ങളേല് വിളിച്ചിട്ട് ഇതില് കിട്ടില്ല. ഫിഅ്ലു അംറ എങ്ങനെ വരിക? ഇതിന്റെ ഇൻസിൽ. ഇൻസിൽ. ഇൻസിൽ എന്നുള്ളതാണ്. പിന്നെ പിന്നെ ചില സെന്റൻസുകൾ കൊടുത്തിട്ട് ഇതില് ലാമ് ഏതാണെന്ന് ചോദിക്കും. ലാ നാഹിയാണോ നാഫിയാണോ അതല്ല ഹർഫുൽ ജവാബാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, പിന്നെ അത് ചോദിക്കും. അപ്പൊ അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. പിന്നെ ഫിഅ്ലു അംറുകൾ എങ്ങനെയെന്നുള്ളത്. പിന്നെ നമ്മൾ യക്തുബൂന അല്ലെങ്കിൽ വാജിബാത്ത് അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ. നമ്മൾ ഫിഅ്ലു മുദാരിഇന്റെ പഠിച്ച കുറെ സംഗതികൾ, അത് ചില സെന്റൻസ് കൊടുത്തിട്ട് അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ഇപ്പോ വിദ്യാർത്ഥികൾ പിന്നെ ഹോംവർക്ക് എഴുതുന്നു എന്നാണ്. അപ്പൊ ആ എഴുതുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളാണ് എങ്കിൽ എങ്ങനെയാണ്? യക്തുബൂന എന്നാണോ? വിദ്യാർത്ഥിനികളാണ് എങ്കിൽ യക്തുബുന
എന്നാണോ തെക്തുബന എന്നാണോ? അപ്പൊ അങ്ങനത്തെ സംഗതികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ പാറ്റേൺ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞില്ല 13ാമത്തെ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പാറ്റേൺ അത് ശരിക്ക് മനസ്സിലാക്കി വെക്കുക. ചില എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഇതിപ്പോ നമ്മൾ 11 മുതൽ 15 വരെയുള്ള അവസാനത്തെ 3ാമത്തെ മൊഡ്യൂളിന്റെ പരീക്ഷയാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ ഈ പുസ്തകം മുഴുവനുള്ള ഒരു പരീക്ഷ ഇൻഷാ അള്ളാ നമുക്ക് ഇതേപോലെ തന്നെ നടത്തും. അപ്പൊ ഒന്ന് ഈ ബുക്കിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു പരീക്ഷ നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇൻഷാ അള്ളാ 3ാമത്തെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അവന്റെ ഭാഷയെക്കുറിച്ച് പഠിക്കാനും അതിൽ ഉപരി ഈ പഠനത്തിലൂടെ ദീനിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والله تعالى أعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.